നമസ്കാരം. വേദാന്തം റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾക്ക് വ്യക്തമായി ഡിഫൈൻ ചെയ്തു തരുന്നുണ്ട്. അതായത് അനന്തകോടി ഗാലക്സികളിലും നിശ്ചലമായി അഖണ്ഡിതമായി പരിമാണരഹിതമായി തിങ്ങി വിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നസ്, എക്സിസ്റ്റൻസ്, അത് ആണ് യാഥാർത്ഥ്യം. അത് മാത്രമേ ഈ പ്രപഞ്ചത്തിലാകമാനമുള്ളൂ. അതിലൂടെ സൂര്യപ്രകാശം പോലും കടന്ന് പോകാൻ പറ്റാത്ത അത്രയും തിങ്ങി വിങ്ങി നിൽക്കുകയാണ്. അത് നമ്മൾക്ക് ഗ്രാഹ്യമല്ല. നഗ്നനേത്രങ്ങൾ കൊണ്ടോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഉപകരണങ്ങൾ കൊണ്ടോ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതിൽ നിന്ന് ഉണ്ടായി മറയുന്ന കാണപ്പെടുന്ന എല്ലാ വസ്തുക്കളും ജഡങ്ങളാണ്, മാറ്ററാണ്. ശരിക്കും അതൊന്നും വസ്തുക്കളല്ല, അതെല്ലാം കർമ്മങ്ങളാണ്, ആക്ടിവിറ്റിയാണ്. നമ്മൾ കാണുന്ന കല്ലായാലും ഭൂമിയായാലും സൂര്യനായാലും ചന്ദ്രനായാലും നിരന്തര കമ്പനങ്ങളാണ്. ആ കമ്പനങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇതെല്ലാം ജീവനുള്ളതാണെന്ന് പറയും. കമ്പനങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെ സയൻസിൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിരന്തരം, അതായത് ഈ ഭൂമിയിൽ ഒബ്ജക്ട്സ് ഒന്നുമില്ല, കമ്പനങ്ങൾ മാത്രമേ ഉള്ളൂ, ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ, കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് വേദാന്തപരമായിട്ട് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളതെല്ലാം കർമ്മങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്, നിരന്തര ചലനങ്ങൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. ഇത് വ്യക്തമാക്കുന്ന ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായത്തിലെ 37-ാമത്തെ ശ്ലോകം നമ്മൾക്കൊന്ന് നോക്കാം. യഥൈധാംസി സമിഗ്നോഗ്നിർ ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നി സർവകർമാണാം ഭസ്മസാത് കുരുതേ തഥാ. അതായത് നമ്മൾക്കൊരു വിറകിനെ അല്ലെങ്കിൽ ഒരു വലിയ മരക്കഷ്ണത്തെ തീ കൊണ്ട് കത്തിച്ച് ചാമ്പലായി ഇല്ലാതാക്കാം. ഇനി നമ്മൾക്ക് ഈ പ്രപഞ്ചത്തെ എങ്ങനെ ഇല്ലാതാക്കാം? അറിവ് കൊണ്ട്. അതായത് സൂര്യൻ എന്ന് പറഞ്ഞാലും ഭൂമി എന്ന് പറഞ്ഞാലും ഇലക്ട്രോൺസ് ആണ്. ആ ഇലക്ട്രോൺസ് നമ്മൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരറിവുണ്ടായാൽ നമുക്ക് ഭൂമിയെ ഒന്നും കത്തിക്കാൻ കഴിയില്ലല്ലോ. ആ അറിവിലൂടെ ഈ കാണുന്ന സർവ്വവും നമ്മൾക്ക് ഇല്ലാതാക്കാൻ കഴിയും. അതായത് ഈ കാണുന്ന സർവ്വ കർമ്മങ്ങളെ ഉള്ളൂ, ഈ ആക്ടിവിറ്റിയേ ഉള്ളൂ, ഈ ചലനങ്ങളേ ഉള്ളൂ. ആ ചലനങ്ങളൊക്കെ ഇല്ലാതാക്കിയാൽ ബാക്കി വരുന്നത് ബോധം മാത്രമാണ്. അപ്പോൾ ജ്ഞാനാഗ്നി കൊണ്ട് നമ്മൾക്ക് ഈ കാണപ്പെടുന്ന എല്ലാം ഇല്ലാതാക്കി നമുക്ക് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധം മാത്രമേ ഉള്ളൂ എന്ന് ആ തലത്തിലെത്താൻ